ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കുറച്ച് തേങ്ങ ചിരിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചെന്ന് വെച്ചാൽ ഒരു 10 തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ എന്തിനല്ല, വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം തേങ്ങ ചിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. ഇപ്പോൾ ഒരു 10 എടുത്താലും ചിരിക്കാലും ഉണ്ടാക്കി വരുമ്പോൾ അധികം എണ്ണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശം 2 മാസം കണക്ക് കൂട്ടിയിട്ടുള്ള ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് തേങ്ങ ചിരിക്കാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉള്ള സമയമാണ്. 10 രൂപ മതി ഒരു തേങ്ങ ചിരിക്കാൻ. അപ്പോൾ 10 തേങ്ങയ്ക്ക് 100 രൂപയുടെ ആവശ്യമുള്ളൂ. പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് തേങ്ങ ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. വെന്ത വെളിച്ചെണ്ണ എന്താണെന്ന് പോലും ചിലപ്പോൾ ഒരു പക്ഷേ ചിലവർക്കൊന്നും അറിയണ്ടാവില്ലായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ബ്രാൻഡഡ് കമ്പനികളുടെ മസാജ് ഓയിൽ ഇതൊക്കെയാണല്ലോ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഓർമ്മയില്ലാത്തവരും അറിയാത്തവരും ഒക്കെ ആയിട്ട് പലരും ഉണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് നല്ല മായം ചേർക്കാത്ത കെമിക്കലില്ലാത്ത നാച്ചുറലായിട്ടുള്ള എണ്ണ മസാജ് ചെയ്യാനും തലയിൽ തേക്കാനും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണേന്ന്. തേങ്ങയൊക്കെ നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോവാണ്. അരയാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. മിക്സിയിലടിച്ച തേങ്ങ നമ്മൾ അത് അരച്ച് അതിന് ശേഷം അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊരു അരിപ്പയിലേക്കാണ് അത് ഒഴിക്കുന്നത്. തേങ്ങ മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മൾ അരിപ്പ വെച്ചത് അരച്ചെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയ്ക്ക് പാലാണ്. ഇത്രയ്ക്ക് പാലുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വെളിച്ചെണ്ണ നമുക്ക് കിട്ടണം എന്നില്ല കേട്ടോ. ഇനി നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെടുത്ത് നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ വെള്ളം താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ തെളി മുകളിലേക്ക് ഉയർന്നു വരും. ആ തെളിയാണ് നമ്മൾ വെളിച്ചെണ്ണയാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഇപ്പോഴത്തെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളം അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുകളിൽ ആ തെളി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് പാലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിലത്തെയും തെളി മാത്രം നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 2 പാത്രത്തിലെയും തെളി എടുത്തിട്ട് നമ്മൾ ആ ചട്ടിയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, രണ്ടിൻ്റെയും നല്ല ഭാഗം നമുക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇനി വെളിച്ചെണ്ണ ആക്കാൻ പോകുന്നത്. ഈ വറ്റി വെളിച്ചെണ്ണ ആവണ വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ വെള്ളമാണ്, കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് കളയാട്ടോ, നമുക്ക് ആവശ്യമില്ല. നമ്മളങ്ങനെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ കട്ടകളൊക്കെ ഇതുപോലെ ഈ വെള്ളം പോലെ ആയി കിട്ടണം. ഇതിലിപ്പോൾ ഈ കട്ടകളൊക്കെ അലിഞ്ഞ് പാലായിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കേട് പിടിച്ച പണിയാണെങ്കിലും ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനെന്ത് ഈ തോർത്തൊക്കെ കഴിയുമ്പോൾ ചുറ്റിയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണേന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിലെ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു തുണിയോ തോർത്തോ എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോൾ ചുറ്റുന്നത്. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കൈ കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും, പിന്നെ പൊള്ളും. പിന്നെ നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചല്ലോ തേങ്ങാപ്പാൽ. അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെക്കാണ്ട് തന്നെ അത് തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുത്ത ഉടനെ തന്നെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ എണ്ണ ആക്കാനുള്ള അത് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടില്ലേ എത്ര വെള്ളത്തോളം നമ്മൾ കളഞ്ഞു. ആ കളഞ്ഞത് കൂടി ഈ ചട്ടിയിൽ ഒഴിക്കേണ്ട അവസ്ഥ വരും. അപ്പം നമ്മൾ ഇപ്പം ഇളക്കുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി നമ്മൾ ഇളക്കേണ്ട വരും. അപ്പോൾ അത്രയും ടൈം നമ്മുടെ പോകാണ്ടിരിക്കാനുള്ള ഒരു ഈസി വേ ആയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ 1 ഡേ വെച്ചത്. കാരണം അപ്പോൾ നമ്മൾ അതിലുള്ള കുറേ വെള്ളം താഴത്തേക്ക് ഇറങ്ങി അതിൻ്റെ ആ ഒരു നല്ല ഭാഗം മാത്രം മുകളിലേക്ക് പൊന്തി വന്നു. ആ ആവശ്യമില്ലാത്ത വേസ്റ്റ് വെള്ളം നമ്മൾ കളഞ്ഞ് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കും. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭം കിട്ടും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതിലെ വെള്ളം പൊട്ടിത്തെറിക്കലൊക്കെ അവസാനിച്ചു. ഇപ്പം നമുക്ക് ഇത് കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുകൂടി ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
എണ്ണയുടെ രൂപം ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതോട് കൂടിയിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ അതാവുന്ന വരെ ഒന്നും കൂടി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇത് ഫൈനലി ഇത് നല്ല ബ്രൗൺ കളറായി നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. പിന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയാറും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഈ എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത്, സാധാരണ ഏതെങ്കിലും ഓയിലൊക്കെ കുട്ടികൾക്ക് ഓൺലൈനിൽ നിന്നായാലും കിട്ടില്ല, അങ്ങനെയൊക്കെ തേച്ച് കൊടുത്താൽ പോരെ എന്ന് വിചാരിക്കും പറയുന്നവരുണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഈ എണ്ണയുടെ രൂപത്തിലായി വരുമ്പോൾ തന്നെയുള്ള ഈ ഒരു സ്മെല്ലില്ലേ, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, കുട്ടികളുടെ മേത് തേച്ച് കഴിഞ്ഞാൽ ഇതിനും നല്ല സ്മെല്ലാണത്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്മെല്ല്. നമ്മൾ ഏത് ഓയിൽ വാങ്ങിയാലും ഇപ്പോൾ ഏത് ബ്രാൻഡഡ് കമ്പനിയുടെ വാങ്ങിച്ചാലും അതൊക്കെ തേച്ചിട്ട് കിട്ടുന്ന ഒരു സ്മെല്ലല്ല. ഇതിൻ്റെ ഒരു സ്മെല്ലിന് ഒരു നാച്ചുറൽ സ്മെല്ലാണ്, നല്ലൊരു പ്രത്യേകതയുള്ള സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മോന് ഈ വെന്ത വെളിച്ചെണ്ണ തന്നെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഈ തരികൾ നമ്മൾ മാറ്റി വയ്ക്കാൻ പോവാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരികളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം ഇത് നാളികേരത്തിൻ്റെ ആണല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞ് വന്നൊരു സംഭവമാണല്ലോ. ഇത് വെറുതെ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇതൊരു സീക്രട്ടാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രം. നമ്മൾ അതിലത്തെ വെളിച്ചെണ്ണ അങ്ങനെ ഈ ചീഞ്ചട്ടിയിൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തരിതരികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ എണ്ണ ഇതൊന്ന് ഊർന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ചൂടാറിയിട്ട് കുപ്പിയിലാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എത്രയുണ്ടെന്ന്. അപ്പം നമ്മുടെ വെന്ത വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു 3 മാസത്തോളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളുടെ തലയിലായാലും ബോഡി മസാജ് ചെയ്യാനായാലും ഒക്കെ നമുക്ക് ഇത് ധാരാളം ഒരു 3 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്